നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന ദിനം ശനിയാഴ്ചയാണ്, മന്ദവാരമാണ്. ജൂലൈ 4, 2026, അതായത് 1201 മിഥുനമാസം 20-ാം തീയതി. ഇന്ന് മന്ദവാരം. സൂര്യോദയം കാലത്ത് 6:10, അസ്തമയം വൈകിട്ട് 6:47 തൃശ്ശൂരിൽ. ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 9 മുതൽ 10:30 വരെയുള്ള സമയം. ഞാൻ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല. ഇന്നത്തെ തിഥി കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാണ്. വളരെ ശൂന്യമായ തിഥിയാണ്. ഉച്ചയ്ക്ക് 12:30 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയായി. ചതുർത്ഥി തിഥിയാണ്. ജ്യോതിഷത്തിൽ തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥിയിലൂടെ സമ്പത്താണ് ഉണ്ടാവുക. അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ കാലത്തുള്ള സമയം അത്ര അനുകൂലമല്ല എന്നറിയുക. ഇന്നത്തെ നക്ഷത്രം ഉച്ചയ്ക്ക് 1:50 വരെ അവിട്ടം നക്ഷത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ചതയം നക്ഷത്രവുമാകുന്നു. 2 നക്ഷത്രങ്ങൾ വളരെ ശുഭമാണ്. പക്ഷേ അവിട്ടം കുംഭക്കൂർ, ചതയവും 2 കുംഭക്കൂറാണ്. അവർക്കിന്ന് 7 ശനിയുണ്ട്. വ്യാഴം ചാരവശാൽ 6-ാം ഭാവത്തിൽ കിടക്കുന്നു. കുറേ സ്ട്രഗിൾ ചെയ്യേണ്ട സമയമാണ്. അതിനാൽ 2027 ജൂൺ മാസം വരെ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്താം. അവിടെ നക്ഷത്രമാണ്. സ്ഥിരാശിയിൽ ഇടവരാശിയിലാണ് ചൊവ്വയുടെ സ്ഥിതി. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പഞ്ജലി കടുംപായസവും. ഉച്ചയ്ക്ക് ശേഷം ചതയ നക്ഷത്രമാകയാൽ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം നാഗമാകയാൽ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രധ്വനികളോടുകൂടി മുഖരിതമാക്കിക്കൊണ്ട് അടുത്തുള്ള സർപ്പക്ഷേത്രത്തിലേക്ക് പോവുക. അവിടെ ആയില്യപൂജ, സർപ്പബലി, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ കേരളത്തിന് വെളിയിലുള്ളവർക്ക് രാഹുകേതു അർച്ചന ചെയ്യുന്നതും വളരെ അനുകൂലമാണെന്ന് അറിയുക. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇന്നത്തെ ദിനത്തിലില്ല. എല്ലാം സമംഗളം പര്യവസായിയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ.